നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? പിന്നെ ഇന്ന് പതിവ് തെറ്റിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ അബ്രുകുട്ടൻ എനിക്ക് പതിവ് പോലെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാ ഇന്ന് ഏതാ ദിവസം? ഡിസംബർ 31 ഗൈസ്. ഡിസംബർ 31 ഈ വർഷം കഴിയാൻ പോവാണ്. ഇന്ന് ഈ വർഷത്തെ അവസാന ദിവസമാണ്. അപ്പൊ നാളെ നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കടക്കാണ്. അപ്പൊ ഈ വർഷം നമ്മുടെ ജീവിതത്തില് കുറെ അധികം സന്തോഷം ഉണ്ടായിട്ടുണ്ട്, കുറെ അധികം ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണല്ലോ ജീവിതം. സന്തോഷം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും. അതാണ് ജീവിതം. രണ്ടും ബാലൻസ് ചെയ്ത് പോണം. ചെലപ്പോ ഇത് ത്രാസ് ഇങ്ങനെ പൊങ്ങി നിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിലുണ്ടായ ചെറിയ ചെറിയ സന്തോഷങ്ങളും ചെറിയ ചെറിയ ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങള് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ വർഷം ഫസ്റ്റ് നമ്മള് കണ്ടുമുട്ടിയത് ഈ വർഷമാണ് ശരിക്കും. അതായത് നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് 2024 ഒക്ടോബർ സെപ്റ്റംബറിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ നമ്മള് അണിയറയിലേക്ക് കൂടുതൽ ഇറങ്ങി ആൾക്കാരായിട്ട് കൂടുതൽ പരിചയപ്പെട്ടത് മിങ്കിളിങ് കൂടുതൽ ഈ 2025 കാരണം ഇപ്പൊ നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാൽ ഒരാളെങ്കിലും നമ്മൾ അറിയാണ്ടിരിക്കണില്ല. എന്ത് പരിപാടിക്കും ഏത് നമ്മൾ പുറത്തു പോയ എല്ലാ പരിപാടിക്കും ഒരാളെങ്കിലും നമ്മുടെ ചാനൽ കണ്ടിട്ട്, അതായത് നമ്മളറിയാന്ന് പറഞ്ഞ് വന്ന് നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോ ഒരുപാട് സന്തോഷം. അതാണ് ചാനലിൽ കൂടെ പരിചയപ്പെട്ടത് കേട്ടോ. പുറത്തോ ബാക്കിയുള്ള പരിചയക്കാരല്ല പറഞ്ഞ ചാനൽ. നമ്മളിപ്പോ ഈ വീടിന്റെ ഉള്ളിൽ ഈ ചുമരിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ നമുക്ക് ഈ ലോകം മാത്രമേ അറിയുള്ളൂ. പക്ഷെ നമ്മള് പുറത്തുള്ളവര് നമ്മളറിയാ വന്ന് ആ യൂട്യൂബ് ചാനലിലുള്ളവരല്ലേ ഞങ്ങള് കാണാറുണ്ട് വീഡിയോ എന്നൊക്കെ പറയുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ആദം ബേബിനെ ഇപ്പൊ നമ്മുടെ ഉണ്ണിയുടെ പേര് ആദം ബേബി എന്തൊക്കെ വിശേഷങ്ങൾ. ഞാൻ തന്നെ ഷോക്കായി പോയി ഒരു ദിവസം പുറത്തു പോയപ്പോ. ആദം ബേബിക്കും അപ്പൊ നമ്മളെ എന്താ പറയാ, നമ്മുടെ ഉണ്ണികളെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. അതന്നെ, നമ്മുടെ മക്കളെ നിങ്ങളുടെ മക്കളായിട്ട് തന്നെ കാണുന്നുണ്ട്. അത് തന്നെ നമുക്ക് ഭയങ്കര കാര്യം. അപ്പൊ അത് നമുക്ക് സംഭവിച്ചത് ഈ 2025 അപ്പൊ നമ്മള് തമ്മിൽ കാണുന്നത്. പിന്നെ ഈ 2025 തന്നെയാണ് നമ്മുടെ ചാനല് മോണിറ്റൈസ് ആവുന്നത്. ചാനൽ ഇപ്പൊ നമ്മളൊരു ചാനൽ തുടങ്ങി, ചാനൽ മോണിറ്റൈസ് ആവാണ്ടിരിക്കാം. ചിലപ്പോ നമുക്ക് അതിന് പൈസ കിട്ടാണ്ടിരിക്കാം. അതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹവും നിങ്ങളുടെ സഹകരണം കൊണ്ട് മാത്രമേ നടക്കുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഞങ്ങളിപ്പോ ഇത് മോണിറ്റൈസ് ആവണമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയത്. ഒരുപാട് നന്ദി നിങ്ങളോട് പറയുന്നുണ്ട്. അതന്നെ. അപ്പൊ അത് നമുക്ക് സംഭവിച്ചത് ഈ വർഷം തന്നെയാണ്. നമ്മൾ അത്ര വലിയ ആൾക്കാരൊന്നല്ല, നമ്മളൊരു സാധാരണക്കാരന്നെ. നമ്മൾ വീഡിയോക്ക് വേണ്ടി ഭയങ്കര എന്തെങ്കിലും ചെയ്യുക അങ്ങനെയൊന്നും നമ്മൾ ചെയ്യണില്ല. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനല് മോണിറ്റൈസ് ആയതും ഈ വർഷമാണ്. അതുപോലെ തന്നെ പിന്നെ എന്തൊരു സംഭവിച്ചേ, ചാനൽ മോണിറ്റൈസ് ആയത് അബ്രു ജനിക്കുന്നതിന് തൊട്ട് മുൻപായിരുന്നു നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്ത്. അതുപോലെ തന്നെ നമുക്ക് പേയ്മെന്റ് കിട്ടുന്നുണ്ട്. പേയ്മെന്റ് കിട്ടിയത് ജൂൺ അങ്ങനെ ഒന്നാണ്. ഇവൻ ജനിച്ചു കഴിഞ്ഞാണ് പേയ്മെന്റ് കിട്ടുന്നത്. $100 ഷെജിമോൾക്ക് കിട്ടി. അതന്നെ ഞാൻ പറയായിരുന്നു. 50 പൈസയോ 100 രൂപയോ ഒരു ഡ്രസ്സ് വാങ്ങാനോ ഒരു മിഠായി വാങ്ങാനോ എന്തെങ്കിലും ഒരു ആവശ്യത്തിനാണെങ്കിലും ഒന്നില്ലെങ്കിൽ കെട്ടിയവനെ എടുത്ത് വെക്കണം, അല്ലെങ്കിൽ അപ്പൻ്റെ എടുത്ത് വെക്കണം. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു എന്റെ. അതിൽ നിന്ന് എനിക്കൊരു $100 ഒക്കെ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഞാൻ പ്രൗഡ്. അപ്പൊ അതൊരു ദൈവത്തിന്റെ അനുഗ്രഹമാണ്. പിന്നെ ആ സമയത്ത് ചാനൽ തുടങ്ങിയപ്പോ തന്നെ ഞാൻ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു കേട്ടാ. ദൈവമേ എന്റെ യൂട്യൂബ് ചാനലിനെ കാത്തുകൊള്ളണേ, ദൈവമേ ആൾക്കാരുകൾ കാണണേ, എന്റെ ചാനൽ മോണിറ്റൈസ് ആവണേ, അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ കൊറട്ടിമുത്തിയുടെ അടുത്ത് ഞാൻ ഇടയ്ക്ക് മുട്ടുത്തി അടിയാവേ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. മുൻപ് ഞാൻ വിചാരിച്ചു നമുക്ക് ജോലി ചെയ്തിട്ട് ജോലിന്ന് പൈസ കിട്ടുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മുടെ ജീവിതം എന്നുള്ളത് സത്യമാണ്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഈ യൂട്യൂബ് എന്നുള്ളത്. അതിലേക്ക് ഞാൻ എങ്ങനെയോ ഒളിഞ്ഞിരുന്ന ഞാൻ പുറത്തിറങ്ങി അങ്ങനെ വന്നു. പിന്നെ ചാനലിൽ ആക്റ്റീവായി, പിന്നെ വീഡിയോസ് ഇടാൻ തുടങ്ങി. അപ്പൊ അതൊക്കെ വലിയൊരു അനുഗ്രഹം തന്നെയായിരുന്നു. എനിക്ക് മുന്നേ എല്ലാത്തിനും മടിയായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി
അതാണ് ചമ്പല് മാറി വർഷമായിരുന്നു. അതന്നെ അപ്പൊ നമുക്ക് ഇൻകം കിട്ടി, മോണിറ്റൈസ് ആയി. യൂട്യൂബിൽ വെച്ച് നോക്കുമ്പോ നമ്മളെ ദൈവം നമ്മളെ ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ച ഒരു ഇതാണ്. പിന്നെ അതുപോലെ ഇവളുടെ എക്സാം കുറെ നാളായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ടിരുന്ന എക്സാം, MSCയുടെ എക്സാം എനിക്ക് ഒരെണ്ണം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. ഞാൻ മുൻപ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ കാണാത്തവർ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പറയാണ്, എൻ്റെ MSCയുടെ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് ഞാൻ എഴുതിയത് ഈ വർഷമാണ്. എന്നിട്ടാണ് ആ എക്സാമും നമ്മൾ വന്ന ദിവസവും സെയിം നമ്മള് വന്നിറങ്ങി എക്സാം നേരെ പോണ്ട് വീട്ടിലേക്കല്ല കേട്ടാ, എക്സാം എഴുതാൻ വേണ്ടിയിട്ട് കോളേജിലേക്ക് ആയിരുന്നു പോയേ. അത് കഴിഞ്ഞ് ബസ്സൊക്കെ പിടിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. എങ്ങനെയൊക്കെ ഇരുന്ന് ചെരിഞ്ഞ് വളഞ്ഞ് കൂട്ടി കാരണം എനിക്ക് അന്ന് വയറുണ്ടായിരുന്നു. ഞാൻ അബ്രുവിന് ഗർഭിണിയായിരുന്നു. ഗർഭിണി 5 മാസം ഗർഭിണിയായിരുന്ന സമയത്തായിരുന്നു ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് ആ എക്സാം എഴുതാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇരുന്നൊരു 2 മണിക്കൂർ എഴുതുമ്പോ ഗർഭിണിയായിരിക്കുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും, ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതങ്ങനെ കുറെയൊക്കെ കഷ്ടപ്പെട്ട് ഞാൻ ആ എക്സാം എഴുതി. പിന്നെ അതുപോലെ തന്നെ ആ ടിക്കറ്റ് നമ്മൾ അന്ന് ഒട്ടും പ്രതീക്ഷിക്കാണ്, നമ്മുടെ എക്സാം ഡേറ്റ് വന്നതിന് മുൻപാണ് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അന്ന് ആ ടിക്കറ്റിന്റെ എടുത്ത ദിവസവും നമ്മുടെ എക്സാം ഡേറ്റും നമ്മൾ ഇപ്പൊ ആ ഫ്ലൈറ്റ് എങ്ങനെ ഡിലേ ആയെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചെങ്കിൽ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഓർമ്മയുണ്ട് അതന്നെ, അത് കുറെ ഡിലേ ആയിട്ടുണ്ടായിരുന്നു. ഇത് 1 മണിക്കൂറോ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിലേ ആയി കഴിഞ്ഞാൽ എക്സാം പോയി. കാരണം വന്ന് ഫ്ലൈറ്റ് ഇറങ്ങി എമിഗ്രേഷനും ഇത് കഴിഞ്ഞ് വണ്ടി ടാക്സി പിടിച്ച് നമ്മള് അവിടെ എത്തി 1 മണിക്കൂറിനുള്ള എക്സാം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അത് ദൈവത്തിന്റെ ഒരു വലിയ അനുഗ്രഹം തന്നെയായിരുന്നു. പിന്നെ അത് എഴുതിയത് അറ്റൻഡ് ചെയ്ത് മാത്രല്ല പാസ്സാവുകയും ചെയ്തു. അത് ദൈവം ഒരു പദ്ധതിയിലൂടെ നമുക്കത് നടത്തി തന്നു. എനിക്കതറിയായിരുന്നു കേട്ടാ. കാരണം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിപ്പോ അത് എഴുതാൻ പറ്റുന്നുള്ളത് അറിയില്ല. അത് എഴുതുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് എഴുതാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ദൈവത്തിന് അറിയാം, എന്റെ അപ്പച്ചൻ കഷ്ടപ്പെട്ട് പച്ചക്കറി അല്ല ആള് കഷ്ടപ്പെട്ട് പൈസയൊക്കെ തന്നിട്ടുള്ള എനിക്ക് പഠിക്കാനുള്ള അതല്ല ആ ഒരു കഷ്ടപ്പാടുണ്ട്. നീ പഠിച്ചാലല്ലേ പാസ്സാവുള്ളൂ. പഠിച്ചു പാസ്സായി. അതും നടന്നത് നമ്മുടെ ഈ വർഷം തന്നെയായിരുന്നു. എന്റെ ദൈവമേ, അങ്ങനെ ഈ വർഷം 2-3 കാര്യങ്ങളൊക്കെ നടന്നു. പിന്നെ നമ്മുടെ ഉണ്ണിക്കുട്ടൻ വന്നത് ഈ വർഷമാണ്. 2025 ഞങ്ങളുടെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് നമ്മുടെ അബ്രു. അബ്രുട്ടി എങ്ങനെ കൈയുണ്ട്? അബ്രു ദേഷ്യം വന്ന് തുടങ്ങിട്ടാ. അബ്രുവിന് ചില നേരത്തെ ദേഷ്യം വരും. അപ്പൊ 2025 മെയ്യിലാണ് നമ്മുടെ അബ്രുകുട്ടൻ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. പക്ഷെ ആ സമയത്ത് എനിക്കൊരു സന്തോഷത്തിന്റെ ഒപ്പം തന്നെ ഒരു ദുഃഖം ഉണ്ടായിരുന്നു. ആള് ഡെലിവറിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ദുഃഖമുള്ളൊരു കാര്യമാണ് അത്. പക്ഷെ അത് സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഉണ്ടാവണം നമ്മൾ ആഗ്രഹിച്ചാലും പറഞ്ഞിട്ട് കാര്യമല്ലോ, കഴിഞ്ഞു പോയില്ലേ. അത് ഞാൻ കുറെ ക്ഷമ ചോദിച്ചു, ഇനി വീണ്ടും ക്ഷമ ചോദിച്ചോണ്ടിരിക്കും. ഡിസംബർ 31 ഒന്നുകൂടി ഈ വർഷം ക്ഷമിക്കുക, അടുത്ത വർഷം മറ്റേ പിന്നെ ഇതിലൂടെ പറയാൻ വന്ന പിന്നെ നമ്മുടെ സമയം കഴിഞ്ഞു തുടങ്ങിട്ടാ. പിന്നെ നമ്മുടെ മെയിൻ ഒരു അച്ചീവ്മെന്റ് പറയുന്നത് അച്ചീവ്മെന്റ് ഇതാണ്, യൂട്യൂബാണ് നമ്മുടെ. പിന്നെ നമ്മുടെ അബ്രു, അത് ദൈവം തന്ന ഗിഫ്റ്റ് ആണ് നമുക്ക്. പിന്നെ എന്ന് പറഞ്ഞത് കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ പെങ്ങള് ഡൽമി, അവൾക്കൊരു ഉണ്ണി ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അവരും നാട്ടിലുണ്ട്. അവര് നാട്ടിൽ വന്നിട്ടുണ്ട്. ഒരു ആൺകുട്ടിയാണ് ഉണ്ടായിരിക്കുന്നത്. അത് നമുക്ക് വലിയൊരു സന്തോഷമാണ്. അപ്പൊ നമ്മുടെ ഈ കൊച്ചു വീട്ടിൽ ഇപ്പൊ 4 പിള്ളേരാണ് ഉള്ളത്. 3 ആൺകുട്ടികളും ഒരു പെൺകുട്ടി. അപ്പൊ എല്ലാവരും കൂടിയിട്ട് നമുക്ക് ഒരു എന്താ പറയാ ഒരുമിച്ച് നിൽക്കാൻ പറ്റിയൊരു സമയമായി. കാരണം അവര് വരുമ്പോ ഞാൻ ഉണ്ടാവാറില്ല. ഇവളുള്ളപ്പോഴാണ് അവര് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അല്ലാണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ച് നിൽക്കുന്നത് ഒരുപാട് നാളായി. ശരിക്കും ഇങ്ങനെ ഒരുമിച്ച് നിന്നിട്ട് ഡൽമിയുടെ കല്യാണം കഴിഞ്ഞ അവര് ദുബായി പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിങ്ങനെ ഒരുമിച്ച് നിന്നിട്ടേ ഇല്ല. പിന്നെ അവള് വരുമ്പോ 10 ദിവസം 2 ദിവസത്തേക്ക് 3 ദിവസത്തേക്കൊക്കെ വരാറ് ഞാൻ ഉള്ള സമയത്ത് ഇട്ടാ. ഇപ്പൊ മാമോദിസിക്കല്ലാത്തിനും ഇപ്പോഴാണ് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചൊരു എന്താ പറയാ, നമ്മുടെ വീട്ടില് ശരിക്കും ഉണ്ണികളും എല്ലാവരും കൂടി ഉള്ള ഒരു സംഭവം ബഹളവും സ്നേഹവും അല്ലാതും നമ്മൾ കണ്ടു. അതൊരു വലിയൊരു അനുഗ്രഹം കേട്ടാ. പിന്നെ ജോലി പോയ അനുഗ്രഹം കിട്ടി. പിന്നെ ഞാൻ ഓടിപ്പിക്കാത്ത വേറെ എല്ലാവരും അടിച്ചോടിപ്പിച്ചു. പിന്നെ ആ ഒരു സംഭവം ഒക്കെയാണ്. പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിഷമങ്ങൾ എന്ന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്
ദൈവം അത്ര വലിയ വിഷമങ്ങളൊന്നും തന്നിട്ടില്ല, എന്നാലും വിഷമങ്ങൾ ഇല്ലാണ്ടിരുന്നിട്ടില്ല കേട്ടോ ജീവിതത്തിൽ. അതുപോലെ നമ്മുടെ ഇപ്പോൾ വിഷമങ്ങൾ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമ്മച്ചിക്ക് വയ്യാണ്ടായി, അമ്മച്ചി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. അമ്മച്ചിക്ക് എന്നിട്ടായിരുന്നു പറ്റിയത്, അമ്മച്ചിക്ക് ലങ്സിൽ ഇൻഫെക്ഷൻ ആയിട്ട് അബ്രുവിന്റെ മാമൂദീസ കഴിഞ്ഞ് അമ്മച്ചി കുറെ ദിവസം അഡ്മിറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മള് അവിടെ ആയിരിക്കുന്ന സമയത്തും അമ്മച്ചി അഡ്മിറ്റ് ആണ്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റണില്ലല്ലോ. വിളിച്ചു കഴിഞ്ഞാലും അമ്മച്ചിക്ക് സംസാരിക്കാൻ പറ്റണം. നമുക്കിപ്പോ ഒരു കണ്ട ഒരാളെ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷല്ലേ. നമുക്ക് അറിയാൻ പറ്റണ്ടല്ലോ. ഇത് നമുക്ക് ഒന്നും അറിയാനും പറ്റണില്ല. അവിടെ ആയതിന്റെ ഒരു ടെൻഷൻ, അങ്ങനെ കുറെ നമ്മൾ ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അപ്പച്ചൻ വെറുതെ വീട്ടിലിരുന്ന അപ്പച്ചൻ ഒരു വെള്ളം കുറച്ച് കിടന്നേല് വീണിട്ടാണ് സ്ലിപ്പായി ഇവിടുന്ന് ഓപ്പറേഷൻ ചെയ്തിട്ട് കൈവേദന ഇപ്പോഴും അപ്പച്ചന് മാറിയിട്ടില്ല. അത് പറഞ്ഞ അപ്പച്ചൻ 3-4 മാസം കട പൂട്ടി. അപ്പൊ അതൊരു സങ്കടമായിരുന്നു. പിന്നെ അതും ഡെലിവറിയുടെ ഇടയിലായിരുന്നു ഇത് സംഭവിച്ചത്. സംഭവം നമ്മള് കൊറേ വിഷമിച്ച സമയത്ത് കൊറേ സങ്കടപ്പെട്ടിട്ടുണ്ട്. കാരണം 2 കുട്ടികളും പിന്നെ അപ്പച്ചന് വയ്യാണ്ടായി. അമ്മച്ചി അന്ന് ഒരുപാട് കഷ്ടപ്പാടായിട്ടുണ്ട്. അതിന് നമ്മള് എന്താ പറയാ, അമ്മച്ചി അത് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരു സമയമായിരുന്നു ആ സമയത്ത്. എന്തൊരു ചെയ്യാൻ നമ്മള് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റണ്ടേ. പിന്നെ എന്നിട്ടാണ് പറയാൻ വന്ന, പിന്നെ നമ്മുടെ വീട്ടില് ഒരു അപ്രത്യക്ഷമായി നടന്ന മരണം, നമ്മുടെ ഇവിടുത്തെ പേപ്പന്റെ മരണം. ആള് എന്താ പറയാ സാധാരണ പോലെ നടന്ന് അന്ന് ഞായറാഴ്ച ആയിരുന്നു വന്നു, ജസ്റ്റ് എന്താ പുറത്തൊക്കെ പോയി വന്ന് വീട്ടിലിരുന്ന ആൾക്ക് പെട്ടെന്ന് ഒരു നെഞ്ചുവേദന വന്നു. ആൾ ആശുപത്രി കൊണ്ടുപോകുന്ന ആൾ മരിക്കുന്നു. അത് നമ്മളോട് പറയുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഷോക്കായി പോയി. അതായത് നമ്മുടെ ലൈഫിലുണ്ടായ ഏറ്റവും വലിയൊരു എന്താ പറയുക ഷോക്കായത്. ഭയങ്കര ഷോക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ഷോക്ക്. അതായത് നമ്മൾ ആരോട് പറഞ്ഞാലും അവർക്ക് അതൊരു ഷോക്കായി. തോമനോ അങ്ങനെ എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഷോക്കായിരുന്നു. കാരണം അതൊരു നമുക്കൊരു ഭയങ്കര ഒരു ട്രാജഡി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ എന്തിനാ പിന്നെ ചേച്ചിമോളെ നമുക്ക് പിന്നെ ഏറ്റവും വലിയ ട്രാജഡി എന്ന് പറയുന്നത് ഞാൻ ജോലി കളഞ്ഞ ഡിസിഷൻ. ചേച്ചിമോൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ഞാനായിട്ട് എടുത്ത തീരുമാനമാണ്. ചിലപ്പോ അത് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ജോലി ഇല്ലാണ്ട് നിൽക്കുമ്പോൾ ഒരു സങ്കടം അത് എനിക്കുണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ എന്താ പറയാ രാത്രിയൊക്കെ നമ്മൾ ചിലപ്പോ ആലോചിച്ച് പോവും, ജോലി ഉണ്ടായിരുന്നെങ്കിൽ. അല്ല നമുക്കിപ്പോ ഒരു സ്ഥിര വരുമാനം ഉള്ളത് പെട്ടെന്ന് ഏത് മനുഷ്യർക്കായാലും സങ്കടം ഉണ്ടാവും. പിന്നെ ഇനിയിപ്പോ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു തീരുമാനം നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല. നമ്മൾ ആലോചിക്കണ്ടേ എന്നിട്ട് ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ വഴി എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്, ശരിയാവോ തെറ്റാവോ. കാരണം നമ്മൾ ഒന്നും പ്രീ പ്ലാൻ ചെയ്യാണ്ടാണ് നമ്മൾ നമ്മുടെ ജോലി കളഞ്ഞു വന്നേക്കണേ. അതൊരു റോങ് ഡിസിഷൻ ആയിരിക്കും ചിലപ്പോ. 2025 ഞാനെടുത്ത ഏറ്റവും പൊട്ട ഡിസിഷൻ ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, നല്ലതാണോ അറിയില്ല. അത് നമുക്ക് നമ്മുടെ ഈ ജേർണിയിൽ നിങ്ങളുണ്ടാവുമല്ലോ കൂടെ, എന്താണെങ്കിലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. അപ്പൊ നമുക്ക് വഴിയിൽ നോക്കാം. അതൊരു പകുതി നോക്കുമ്പോ അല്ലാന്ന് എന്റെ മോൻ പറഞ്ഞല്ലാന്ന് പകുതി നോക്കുമ്പോ ഓക്കെയാണ്, ഒരു വിഷമം ഉണ്ടാവും. പിന്നെ എല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ പറ്റി, എല്ലാവരും ഒരു ചെറിയ സന്തോഷമുണ്ട്. ചില സന്തോഷമല്ല, നല്ല സന്തോഷമുണ്ട് എനിക്ക്. ദുഃഖം കുറച്ചുള്ള, സന്തോഷം കുറച്ച് കൂടുതലാ. പിന്നെ എന്തിനാണ് പറയാൻ വന്നത്. അപ്പോ ഇത്രയ്ക്കുള്ള നമ്മുടെ പിന്നെ എന്നിട്ട് നമുക്ക് വേറെ നമ്മുടെ ഇതുകൾ പറയാനുള്ളത്. പിന്നെ ഡെലിവറിക്ക് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 ജനുവരിയിലാണ് ഞങ്ങൾ നാട്ടിൽ വന്നത്. ഇവള് ഗർഭിണി എക്സാം എഴുതാൻ വന്നപ്പോൾ അത് കഴിഞ്ഞ് ഫെബ്രുവരിയിലാണ് ഞാൻ പോയത്. ഫെബ്രുവരി മുതൽ 2025 സെപ്റ്റംബർ ഞാൻ വന്ന ഈ ഇപ്പോൾ ജോലി കളഞ്ഞ് പറഞ്ഞ വരെ ഞങ്ങൾ പിരിഞ്ഞിരുന്നു. ഞങ്ങൾ അതിന് മുമ്പ് പിരിഞ്ഞിരിക്കില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ സാഹചര്യം മൂലം, അതായത് നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അങ്ങനെ പിരിഞ്ഞിരിക്കേണ്ടി വന്നത്. അത് ആ സമയത്ത് എനിക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു കേട്ടോ ശരിക്കും. അതായത് ആദ്യം ബേബിയും ഇവളില്ലാണ്ട് എനിക്കൊരു ആ സമയത്ത് എനിക്ക് എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് ഭയങ്കര ദേഷ്യവും ഭയങ്കര സങ്കടവും എപ്പോഴും എനിക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം എനിക്ക് ദേഷ്യം വരും. അങ്ങനെ നമ്മളൊരു എന്താ പറയുക സ്ട്രെസ്ഫുൾ ലൈഫിലൂടെ ആയിരുന്നു ആ സമയത്ത് ഞാൻ കടന്നു പോകണ്ടായിരുന്നത്. കാരണം നമുക്ക് ഇപ്പം ഡെലിവറിക്ക് ഇവിടെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കതൊന്നും ഭയങ്കര സങ്കടമായിരുന്നു. സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉണ്ണീനെ കണ്ടപ്പോൾ അത് ഉണ്ണീനെ എനിക്ക് ആദ്യമായിട്ട് കാണിക്കേണ്ട അമ്മച്ചിയാണ്. അന്ന് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക, അപ്പോഴാണ് ഫോൺ വരണം. ഞാൻ വണ്ടി സൈഡാക്കിയിട്ട് ഫോൺ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ണീനെ കണ്ടപ്പോൾ ഉണ്ടല്ലോ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അത്രയും സങ്കടം വന്നു. എനിക്ക് കണ്ടപ്പോൾ ഒഴുകായിരുന്നു. അപ്പം അമ്മച്ചി പറഞ്ഞു നീ എന്തിനൊക്കെ അറിയണമെന്ന് ചോദിച്ചു. അത് നമുക്ക് ഉണ്ണീനെ കണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല, എന്താണ് നടന്നത്. ഞാനന്ന് രാത്രി ഒന്നും ഉറങ്ങിയിട്ടും പോലും ഇല്ല. കാരണം നമുക്ക് നമ്മളിപ്പോൾ അവിടെ ആണെങ്കിലും നമ്മുടെ മനസ്സ് മുഴുവൻ ഇവിടെ ആയിരുന്നു. പക്ഷെ എനിക്ക് വരാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ ദൈവം നമുക്ക് 2025 തന്ന ഏറ്റവും വലിയ നിധിയാണ് ഇവൻ. അതായത് നമുക്ക്
ആരോഗ്യത്തോടും എല്ലാത്തോടും കൂടിയും ദൈവം നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ട് ദൈവം നമുക്ക് തന്നു. കാരണം 1 മാസം മുമ്പ് ഇവന്റെ ഡെലിവറി നടന്നു. അതും ഒരു പ്രശ്നങ്ങളില്ല. നമ്മള് എന്നിട്ടാണ് എന്താ ബീച്ച് പൊസിഷനോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞെങ്കിലും കിടാവിന് ഒരു പ്രശ്നമില്ലാണ്ട് ദൈവം നമുക്ക് തന്നോട്ടെ. അതിന് നമ്മൾ ദൈവത്തിനോട് നന്ദി പറയുന്നു. പിന്നെ 2025 മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് നല്ലത് തന്നെ ദൈവം തന്നിട്ടുള്ളൂ. പിന്നെ നമ്മളെടുത്ത തീരുമാനം ഒരു ജോലി പോയി എന്നുള്ളത് അത് നമ്മളെടുത്ത തീരുമാനമാണ്. ദൈവം നമ്മളെ തോന്നിച്ചതായിരിക്കാം, ചിലപ്പോൾ നല്ലതിനായിരിക്കും, ചിലപ്പോൾ പൊട്ടതിനായിരിക്കും, നമുക്കറിയില്ല എന്തായാലും. അപ്പോൾ പിന്നെ 2025 ടോട്ടലി നോക്കുമ്പോ നമുക്ക് നല്ലതായിരുന്നു. സന്തോഷങ്ങളായിരുന്നു കൂടുതലുണ്ടായത്. ദുഃഖങ്ങളുണ്ടായിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയില്ല, അത് പാർട്ട് ഓഫ് ലൈഫാണ്. 2025 അപ്പൊ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇതായിരുന്നു നമ്മുടെ ലൈഫില് 2025 ലൈഫ്. പിന്നെ എന്നിട്ടാ പറയാ വിട്ടു പോയിട്ടുണ്ടോ നമുക്ക് അറിയില്ല. വിട്ട് ചിലപ്പോ നമ്മള് മനുഷ്യരാണല്ലോ, നമ്മളിപ്പോ റീപ്ലാൻ ചെയ്യാണ്ട് എടുത്ത വീഡിയോ ആണ്. അപ്പൊ അത് കുഴപ്പമില്ല. എന്നാലും നമ്മുടെ മെയിൻ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ എന്തായാലും പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് ഷുവർ ആയിട്ടുള്ള കാര്യം. അപ്പൊ 2025 ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. നമ്മുടെ ലൈഫ് നന്നായിരുന്നു, നിങ്ങളുടെ ലൈഫ് നന്നായിരുന്നു നമ്മൾ വിശ്വസിക്കുന്നു. നാളെ കാലത്ത് 2026 അപ്പോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ അടിച്ചു പൊളിക്കുക. ഞങ്ങള് ന്യൂ ഇയർ ഞങ്ങളുടെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ന്യൂ ഇയറുകൾ ആഘോഷങ്ങളൊന്നും ഇല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആദം ബേബി ഉറങ്ങാണ്. ആദം ബേബിയാണ് ഞങ്ങളുടെ മെയിൻ ഹൈലൈറ്റ്. ന്യൂ ഇയർ പോയി. അപ്പൊ ഞങ്ങളുടെ ന്യൂ ഇയർ ചെറിയ രീതിയിൽ ആഘോഷിക്കൊന്നുമില്ല, എന്നാലും ചെറിയ രീതിയിൽ ഇതാക്കും. അപ്പൊ അങ്ങനെ കാര്യങ്ങള്. അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമന്റ് എന്തായാലും ചെയ്തോളൂ കേട്ടോ. കമന്റ് ചെയ്യാണ്ട് പോരുത്. കമന്റ് ചെയ്യാണ്ട് പോരുത്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.